എയിംസ് പ്രഖ്യാപിച്ചല്ലോ, 2016 പ്രഖ്യാപിച്ചല്ലോ ബഡ്ജറ്റിൽ. എയിംസ് കേരളത്തിലെ കാര്യമാണോ ചോദിച്ചത്? കേരളം എന്ത് ചെയ്തു അതിന്? അത് കേരള സർക്കാരിന് നന്നായിട്ട് അറിയാം. ഇതൊക്കെ ഈ ഒരു ഇലക്ഷൻ അടുത്ത വർഷത്തേക്ക് ഇപ്പം മാറ്റിവെച്ചാൽ ഇതെല്ലാം ക്ലിയർ ആവും. സംവിധാനം 1 മുതൽ മിനിമം 4 സാധ്യതയുള്ള സ്ഥലം നിങ്ങൾക്ക് കണ്ടെത്തി തരാൻ, അതിനൊരു പാരഫെർനേലിയുണ്ട്. ആ സ്ഥലത്ത് ഇന്ന സൗകര്യങ്ങൾ നമുക്ക് വികസിപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും കൂടി ആയിരിക്കണം. ഇതിൻ്റെ ഒരു പാരഫെർനേലിയ, ഇതിൻ്റെ ഗൈഡ് ലൈൻസ് ഉണ്ട്. അതിന് പ്രകാരം 4 ജില്ലകളെങ്കിലും 4 സ്ഥലങ്ങളെങ്കിലും അവർ പ്രപ്പോസ് ചെയ്യണം. കേരളത്തിൻ്റെ ആകമാനമുള്ള വികസനവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ ഒരുപാട് ബോട്ടിൽ നെക്കുകളുണ്ട്. കൊച്ചി വികസനമെന്ന് പറയുന്നത് ഇനി അസാധ്യമാണ്. അവിടെ അത്രയും സാച്ചുറേഷനായി, സഫക്കേഷനുമായി. തിരുവനന്തപുരവും പൂർണ്ണമായിട്ട് 3 ഫേസും കംപ്ലീറ്റ് ചെയ്ത് വരുമ്പോൾ വിഴിഞ്ഞത്തിൻ്റെ അങ്ങനെ ഒരു സഫക്കേറ്റഡ് അവസ്ഥയിലേക്കാണ് പോകുന്നത്. ഇവിടെയൊക്കെയുള്ള മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ അവൈലബിലിറ്റി, കോഴിക്കോടായാലും നമ്മൾ നോക്കാം, മലപ്പുറമാണെങ്കിൽ പോലും ഇപ്പം തന്നെ സപ്പിളാണ്. അപ്പോൾ ഇത് എത്താത്ത പ്രദേശങ്ങൾ ഏത് എന്നൊക്കെ പറയുന്ന ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി സ്ഥലലഭ്യത, അത് ഈ പറയുന്ന പാരാഫെർണിയയിൽ അത് അതിൻ്റെ എല്ലാ അംശങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള സ്ഥലങ്ങൾ കണ്ടെത്തി ഞങ്ങൾക്ക് ഇത്രയും സ്ഥലമുണ്ട് എന്ന് അറിയിച്ചാൽ മതി കേന്ദ്ര സർക്കാരിന്. ഇതിങ്ങനെ തന്നെയാണ് കാശ്മീരിൽ പോലും അവസാനം സംഭവിച്ചത്. കാശ്മീർ ഒരുപക്ഷെ അവിടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ഒരു പാർട്ടിക്കിൾ അവിടെ ഉണ്ടായി, ഒരു ലഫ്റ്റനന്റ് ഗവർണർ അവിടെ ഉണ്ടായി. ഈ രാഷ്ട്രീയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല. അദ്ദേഹം ഈ പറഞ്ഞതുപോലെ 3-4 സ്ഥലങ്ങൾ ശുപാർശ ചെയ്തു, ഇവിടെ സ്ഥലം തരാൻ കഴിയുമെന്ന് അറിയിച്ചു. അതിലൊന്നിൽ അതിൻ്റെ പണി തുടങ്ങി. അവിടെ അവരെ ആരംഭിച്ചു കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഒരു വർജ്യമോ അല്ലെങ്കിൽ ഒരു ഒഴിവാക്കലോ ഒന്നും ഇതിനകത്ത് പാടില്ല. എല്ലാം കേരള മക്കളാണ്. ഇല്ല, അങ്ങനല്ലല്ലോ പറഞ്ഞു. ആലപ്പുഴയിൽ ഇത് വരണമെന്നത് നിലപാടാണ്. പെർഫെക്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ ബഡ്ജറ്റ് ബേസ്ഡ് ഓൺ ദാറ്റ് ടു ത്രൂ ദ മീഡിയ ടെൽ ദ പീപ്പിൾ ദാറ്റ് ഇത് ഒരു ദീർഘദൃഷ്ടിയോട് സൈസ് അപ്പ് ചെയ്തിരിക്കുന്ന ഒരു ബഡ്ജറ്റാണ്. അതിൻ്റെ മഹത്വങ്ങൾ എന്ത് എന്നുള്ളത് നമുക്ക് ചർച്ചയിലൊക്കെ, നിങ്ങൾ എല്ലാറ്റിനും നമുക്ക് ചിലപ്പോൾ ഉത്തരം പറയാനുള്ള സമയം ഉണ്ടായെന്ന് വരത്തില്ല. പക്ഷേ നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഗണ്യമായ പ്രാധാന്യം നൽകേണ്ടത് ഏത് വിഷയത്തിനാണ് എന്നത് സംബന്ധിച്ച് നിങ്ങളുടെ ചോദ്യം കൃത്യമായി ഫോക്കസ് ചെയ്തു വന്നാൽ അതിന് നമുക്ക് ഫലവത്തായേക്കാവുന്ന ഒരു വിശദീകരണം അതിൻ്റെ ഉത്തരത്തിലൂടെ ലഭിക്കാൻ സാധിക്കുന്നു തന്നെയാണ് എൻ്റെ വിശ്വാസം. പരമാവധി ഞാനതിന് നിങ്ങളോട് സഹകരിക്കാൻ, നിങ്ങളുടെയും സഹകരണം ഇത്തരുണത്തിൽ അപേക്ഷിച്ചുകൊണ്ട്, ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ 2026 കടന്നപ്പോൾ എല്ലാ രാജ്യങ്ങളെയും പോലെ തന്നെ 21ാം നൂറ്റാണ്ടിൻ്റെ 2ാമത്തെ ക്വാർട്ടറിലെ ആദ്യത്തെ ബഡ്ജറ്റായിട്ടാണ് ഈ ബഡ്ജറ്റ് വരുന്നത്. ഇനി വെള്ളം വേണം. 2ാമത്തെ ക്വാർട്ടർ 25 വർഷം കഴിഞ്ഞിരിക്കുന്നു. അവശേഷിക്കുന്ന 75 വർഷത്തിലെ ആദ്യത്തെ അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ 2ാമത്തെ ക്വാർട്ടറിലെ ആദ്യത്തെ ബഡ്ജറ്റായിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. ഇത് ടാർഗറ്റ് ചെയ്യുന്നത് ഒരുപാട് പൗരന്മാരെന്ന നിലയ്ക്ക് സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഈ രാജ്യത്തിൻ്റെ അവകാശികൾ, അവർക്ക് വേണ്ടുന്ന ഒരു ലൈഫ് ഡിസൈൻ ഈ ബഡ്ജറ്റിൽ ഇൻകൾക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഉറപ്പായിട്ടും ഇത് അനുഭവത്തിൽ വന്നു കഴിയുമ്പോൾ മാത്രം ഒരു പക്ഷേ നമുക്ക് മനസ്സിലാവുന്നതാണ്. അത് പക്ഷേ എത്ര വർഷമെടുക്കുമെന്ന് ചോദിച്ചാൽ, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വികസിത് ഭാരത് 2047 എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ടാർഗറ്റ് അല്ല, ഫസ്റ്റ് ടാർഗറ്റാണ്. 2047 ഈ രാജ്യത്തിൻ്റെ സമ്പന്നത ഏതൊക്കെ വഴിക്ക് വരണം, ഏതൊക്കെ പ്രായ വിഭാഗങ്ങൾ നമ്മൾ ഇതിനകത്ത് കരുതലോട് അവർ ബോർഡ് ചെയ്യണം, എന്നിട്ട് ഈ കപ്പൽ അല്ലെങ്കിൽ ഈ വിമാനം സഞ്ചരിക്കണം എന്ന് പറയുന്ന ഒരു സഞ്ചാര പാതയാണ് ഒരുക്കിയിട്ടുള്ളത്.
അതിൽ വിവിധങ്ങളായ MSME സെക്ടറിലായാലും സെമി കണ്ടക്ടേഴ്സിൻ്റെ സെക്ടറിലായാലും ശരി തന്നെ, ആരോഗ്യ പരിപാലന രംഗത്ത് ഇപ്പോൾ ബയോഫാർമ, അതിനുവേണ്ടി വരാൻ പോകുന്ന 3 പുതിയ സ്റ്റേഷൻസ്, ആയുഷിൻ്റെ എയിംസ്, ഇങ്ങനെയുള്ള ഒരുപാട് നെറ്റ്വർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ, ഹെൽത്ത് ഇൻഫ്രാസ്ട്രക്ചർ, ഇതെല്ലാം രാജ്യത്തിന് ആവശ്യമുള്ളതാണ്. ഇതെല്ലാം വിവിധ പ്രായ ഘടനകളിലുള്ള ആ വിഭാഗങ്ങൾക്കെല്ലാം ഗുണകരമാവുന്ന പ്രവർത്തനങ്ങളുടെ എല്ലാം കൂടി ഒരു സംക്ഷിപ്തമാണ് ഈ വർഷത്തെ ബഡ്ജറ്റ് എന്ന് വളരെ പ്രതീക്ഷയോടെ എന്നെ പോലെ ഒരു പൗരൻ, മന്ത്രിയും MP യും ഒക്കെ പിന്നെ ഒരു പൗരൻ വിലയിരുത്തുന്നു. അതിൻ്റെ അംശം കൂടി ഈ വിശദീകരണത്തിൽ ഉണ്ടായി വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബഡ്ജറ്റിൻ്റെ പ്രപ്പോസൽസിലേക്ക് നമുക്ക് ഒന്നൊന്നായിട്ട് നമുക്ക് പോകാം. അതിൽ ചിലത് വിശദമായിട്ട് തന്നെ ഇവിടെ അവതരിപ്പിക്കേണ്ടതുണ്ട്, ചിലത് അതിൻ്റെ ഹെഡ്ലൈൻസ് മാത്രം ഞാൻ വായിച്ചു പോവുകയുള്ളൂ, സമയപരിമിതി കൊണ്ട്. ഭാരത് വിസ്താര, കർഷകർക്കായുള്ള AI ഉപകരണം. കർഷകർക്കായി ബഹുഭാഷ AI ഉപകരണമായ ഭാരത് വിസ്താര വെർച്വലി ഇൻറ്റിഗ്രേറ്റഡ് സിസ്റ്റം ടു ആക്സസ് അഗ്രികൾച്ചറൽ റിസോഴ്സസ് പുറത്തിറക്കുന്നു. ഈ ബഹുഭാഷ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപകരണം അഗ്രിസ്റ്റാക്ക് പോർട്ടലുകളെയും കാർഷിക രീതികളെക്കുറിച്ചുള്ള ICAR പാക്കേജിനെയും AI സംവിധാനങ്ങളുമായി സംയോജിപ്പിക്കും. ഇഷ്ടാനുസൃതമായ ഉപദേശങ്ങൾ നൽകുന്നതിലൂടെ ഇത് കൃഷിയിടത്തിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുകയും കർഷകരെ മികച്ച തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തരാക്കുകയും കൃഷിയിലെ അപകട സാധ്യതകൾ കുറയ്ക്കുകയും അത് മുൻകൂട്ടി അറിയിക്കുക വഴി കുറയ്ക്കുകയും ചെയ്യും. കന്നുകാലി വളർത്തൽ മേഖലയുടെ നവീകരണം. പാവപ്പെട്ടവരും നാമമാത്ര വരുമാനമുള്ളവരുമായ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ കാർഷിക വരുമാനത്തിൻ്റെ ഏകദേശം 16% ഈ മേഖലയിൽ നിന്നാണ് ലഭിക്കുന്നത്. വെറ്റിനറി, പാരാവെറ്റ് കോളേജുകളുടെയും അനുബന്ധ അടിസ്ഥാന സൗകര്യങ്ങളുടെയും സ്ഥാപനത്തിനായി വായ്പയുമായി ബന്ധിപ്പിച്ച മൂലധന സബ്സിഡി പദ്ധതി വെറ്റിനറി പ്രൊഫഷണലുകളുടെ എണ്ണം 20,000-ലധികം വർദ്ധിപ്പിക്കാൻ ഇത് സഹായിക്കും. കന്നുകാലി വളർത്തൽ മേഖലയ്ക്കുള്ള പിന്തുണ. ഗ്രാമപ്രദേശങ്ങളിലും നഗരത്തോട് ചേർന്നുള്ള പ്രദേശങ്ങളിലും ഗുണനിലവാരമുള്ള തൊഴിലവസരങ്ങൾ നൽകുന്നതിനായി ഇനി പറയുന്ന സംരംഭകത്വ വികസനത്തിന് ഈ മേഖലയിൽ പിന്തുണ നൽകും. ക്രെഡിറ്റ് ലിങ്ക്ഡ് സബ്സിഡി പ്രോഗ്രാം, വായ്പയുമായി സംബന്ധിപ്പിച്ച സബ്സിഡി പദ്ധതി. കന്നുകാലി വളർത്തൽ സംരംഭങ്ങളുടെ വ്യാപനവും ആധുനികവൽക്കരണവും, മൃഗസമ്പത്ത്, ഡയറി, പൗൾട്രി എന്നിവയിൽ കേന്ദ്രീകരിച്ചുള്ള ഏകീകൃത മൃഗ ശൃംഖലകളുടെ ഇൻ്റഗ്രേറ്റഡ് വാല്യൂ ചെയിൻസ്, മൂല്യ ശൃംഖലകളുടെ നിർമ്മാണം മെച്ചപ്പെടുത്തുന്നു. മൃഗസംരക്ഷണ കർഷക ഉൽപാദക സംഘടനകൾ, ലൈഫ് സ്റ്റോക്ക് ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് രൂപീകരണം പ്രോത്സാഹിപ്പിക്കുന്നു. വ്യോമയാന മേഖലയെ സഹായിക്കുന്നതിനായി കസ്റ്റംസ് ഡ്യൂട്ടിയിൽ വരുത്തിയ മാറ്റങ്ങൾ താഴെ പറയുന്നവയാണ്. സിവിലിയൻ വിമാനങ്ങൾ, പരിശീലന വിമാനങ്ങൾ, മറ്റ് വിമാനങ്ങൾ എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങൾക്കും ഭാഗങ്ങൾക്കും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും. പ്രതിരോധ മേഖലയിലെ യൂണിറ്റുകൾക്ക് അറ്റകുറ്റപ്പണികൾക്കോ മെയിൻ്റനൻസ്, റിപ്പയർ ഓർ ഓവറോളിംഗ്, വിമാന ഭാഗങ്ങളുടെ നിർമ്മാണത്തിനോ ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇറക്കുമതി ചെയ്യുമ്പോഴുള്ള അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കും. വികസിത ഭാരതത്തിനായി ആയുഷ് മേഖലയെ ശക്തിപ്പെടുത്തുന്നതാണ് അടുത്ത പ്രപ്പോസൽ. ആയുഷ് മേഖലയുടെ പുരോഗതിക്കായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ: 3 പുതിയ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആയുർവേദ സ്ഥാപിക്കും.
ഉന്നത നിലവാരത്തിലുള്ള സർട്ടിഫിക്കേഷനും വിദഗ്ധരായ ജീവനക്കാരുടെ സേവനവും ഉറപ്പാക്കിക്കൊണ്ട് ആയുഷ് ഫാർമസികൾ നവീകരിക്കും. പാരമ്പര്യ വൈദ്യശാസ്ത്ര മേഖലയിൽ ഗവേഷണവും പരിശീലനവും വർദ്ധിപ്പിക്കുന്നതിനായി ജാംനഗറിലെ WHO ഗ്ലോബൽ ട്രഡീഷണൽ മെഡിസിൻ സെന്റർ ആധുനികവൽക്കരിക്കും. വികസിത ഭാരതത്തിനായി ബാങ്കിംഗ് മേഖലയെ കൂടുതൽ കരുത്തുറ്റതാക്കാൻ സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ ഇവയാണ്. രാജ്യത്തിന്റെ അടുത്ത ഘട്ട വളർച്ചയ്ക്ക് അനുസൃതമായി ബാങ്കിംഗ് മേഖലയെ മാറ്റുന്നതിനായി ഹൈ ലെവൽ കമ്മിറ്റി ഓൺ ബാങ്കിംഗ് ഫോർ വികസിത് ഭാരത് രൂപീകരിക്കും. സാമ്പത്തിക സ്ഥിരത ഉറപ്പാക്കാനും ബാങ്കിംഗ് സേവനങ്ങൾ എല്ലാവരിലേക്കും എത്തിക്കാനും ഉപഭോക്തൃ സംരക്ഷണം ഉറപ്പാക്കാനും ഈ കമ്മിറ്റി മേഖലയെ സമഗ്രമായി വിലയിരുത്തും. ഇന്ത്യയെ ആഗോള ബയോഫാർമ നിർമ്മാണ ഹബ്ബാക്കി മാറ്റുന്നതാണ് അടുത്ത പ്രപ്പോസൽ. ബയോഫാർമ മേഖലയുടെ വികസനത്തിനായി ബയോഫാർമ ശക്തി എന്ന പദ്ധതി നടപ്പിലാക്കുന്നു. ബയോഫാർമ ശക്തി അടുത്ത 5 വർഷത്തിനുള്ളിൽ 10,000 കോടി രൂപയുടെ പദ്ധതികൾ നടപ്പിലാക്കും. ഇത് ബയോളജിക്സ്, ബയോസിമിലറുകൾ എന്നിവയുടെ ആഭ്യന്തര ഉൽപാദനത്തിനായി ഒരു മികച്ച സാഹചര്യം തന്നെ ഒരുക്കും. ബയോഫാർമ മേഖലയ്ക്കായി 3 പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് NIPER സ്ഥാപിക്കുകയും നിലവിലുള്ള 7 നവീകരിക്കുകയും ചെയ്യും. ഇപ്പോൾ 7 നിലവിലുള്ളത് മൊഹാലി, അഹമ്മദാബാദ്, ഗുവാഹത്തി, ഹജിപൂർ, ഹൈദരാബാദ്, കൊൽക്കത്ത, റായ്ബറേലി. ഇത് 3 പുതിയ സ്ഥാപനങ്ങളും കൂടിയാണ് വരുന്നത്. 3 സംസ്ഥാനങ്ങളിലായിരിക്കും. കേരളത്തിന് വലിയ സംഭാവന നൽകാവുന്ന പാർട്ടിസിപ്പേഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ സാധ്യതയാണ് ബയോഫാർമ രംഗത്ത് ഈ ബഡ്ജറ്റ് ഒരുപക്ഷെ പ്രദാനം ചെയ്യുന്നത്. ഇന്ത്യയിലുടനീളം അംഗീകൃതമായ 1000-ലധികം ക്ലിനിക്കൽ ട്രയൽ സൈറ്റുകളുടെ ഒരു ശൃംഖല നിർമ്മിക്കും. സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷനെ CDSCO ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തും. അതിവേഗ റെയിൽ ഇടനാഴികൾ വളർച്ചയുടെ ചാലകശക്തി. പരിസ്ഥിതി സൗഹൃദമായ 7 അതിവേഗ റെയിൽ ഇടനാഴികൾ വികസിപ്പിക്കുന്നു. ഈ ഇടനാഴികൾ താഴെ പറയുന്ന നഗരങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കും. 1 മുംബൈ പുനെ, 2 പൂനെ ഹൈദരാബാദ്, 3 ഹൈദരാബാദ് ബംഗളൂരു, 4 ഹൈദരാബാദ് ചെന്നൈ, 5 ചെന്നൈ ബംഗളൂരു, 6 ഡൽഹി വാരണാസി, 7 വാരണാസി സിലിഗുരി. മൂലധന ചെലവ് കേപെക്സ് വർധനവ്. രാജ്യത്തിന്റെ വികസനത്തിനായി മൂലധന ചെലവ് റെക്കോർഡ് തുകയായ 12.2 ലക്ഷം കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ഫലപ്രദമായ മൂലധന ചെലവ് എഫക്റ്റീവ് കേപെക്സ് 11.1 ലക്ഷം കോടി രൂപയായിരിക്കും. ഇത് GDP-യുടെ 4.4%. സംസ്ഥാനങ്ങൾക്കുള്ള 50 വർഷത്തെ പലിശരഹിത വായ്പ സാസ്കി സെൻട്രലി സപ്പോർട്ടഡ് സ്കീം 2 ലക്ഷം കോടി ആയി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അഷ്ടമുടി പ്രോജക്റ്റ് കൊല്ലം അതിന് നൽകിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം നൽകിയതാണ്. സാസ്കിയുടെ കീഴിൽ 59.71 കോടിയാണ്. അതുപോലെ തന്നെ വടകരയിലുള്ള സർഗാലയ പ്രോജക്റ്റ് അതിന് 95 കോടി രൂപയാണ് ഇതുവഴി നൽകിയിട്ടുള്ളത്. ചരക്കുകളുടെ സുസ്ഥിര ചലനം, സസ്റ്റൈനബിൾ മൂവ്മെന്റ് ഓഫ് കാർഗോ. കിഴക്ക് ദങ്കുനി മുതൽ
പടിഞ്ഞാറ് സൂറത്ത് വരെ നീളുന്ന ചരക്ക് നീക്കത്തിനായുള്ള പ്രത്യേക റെയിൽ പാതകൾ, ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർസ്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ, നാഷണൽ വാട്ടർവേസ് പ്രവർത്തന സജ്ജമാക്കും. ഈ മേഖലയിൽ ആവശ്യമായ വിദഗ്ധ തൊഴിലാളികളെ വാർത്തെടുക്കാൻ പരിശീലന കേന്ദ്രങ്ങൾ, ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് സ്ഥാപിക്കും. തീരദേശ ചരക്ക് ഗതാഗത പ്രോത്സാഹന പദ്ധതി, കോസ്റ്റൽ കാർഗോ പ്രൊമോഷൻ സ്കീം. ഉൾനാടൻ ജലപാതകളുടെയും തീരദേശ കപ്പൽ ഗതാഗതത്തിന്റെയും വിഹിതം നിലവിലെ 6% നിന്ന് 2047 12% വർദ്ധിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതാണ്. കണ്ടെയ്നർ നിർമ്മാണത്തിന് ഉത്തേജനം. ആഗോളതലത്തിൽ മത്സരക്ഷമതയുള്ള കണ്ടെയ്നർ നിർമ്മാണ മേഖല സൃഷ്ടിക്കുന്നതിനായി പുതിയ പദ്ധതി ആരംഭിക്കും. ഇതിന്റെ പശ്ചാത്തലം സാഗർമാല എന്ന് പറയുന്ന പ്രധാനമന്ത്രിയുടെ വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോജക്റ്റ് ഇന്ന് ഒരുപക്ഷെ അതിന്റെ മധ്യഘട്ടത്തിലാണ് ചെന്ന് നിൽക്കുന്നത്. വിഴിഞ്ഞം പദ്ധതിയൊക്കെ അതിൽ തന്നെയാണ് വരുന്നത്, കുളച്ചിലുമുണ്ട്. അപ്പോൾ ഇത് പൂർണ്ണമായി വരുന്നതോടുകൂടി നമ്മുടെ സീ കാർഗോ മൂവ്മെന്റ് എന്ന് പറയുന്നത് ലാൻഡിലൂടെയുള്ള ട്രാൻസാക്ഷന് നമുക്ക് ഈ കണ്ടെയ്നേഴ്സിന്റെ സേഫ് ആയിട്ടുള്ള ഒരു ട്രാൻസിറ്റ് എന്ന് പറയുന്നത് സൗകര്യപ്പെടുത്തേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സ്റ്റാർട്ടപ്പ് മിഷൻസ് അല്ലെങ്കിൽ മേക്ക് ഇൻ ഇന്ത്യ, മെയ്ഡ് ഇൻ ഇന്ത്യ ഇങ്ങനെയുള്ള പല സ്കീമുകളിലൂടെ മുദ്ര ലോൺ അടക്കമുള്ള ഫിനാൻഷ്യൽ സപ്പോർട്ടോടുകൂടി ഇതിന്റെ ഏതെങ്കിലും ഒരു കമ്പോണന്റ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കാനുള്ള പുതിയ ഒരു വിസ്റ്റയും കൂടാണ് ഓപ്പൺ ചെയ്തു വരുന്നത്. ഈ പദ്ധതിക്കായി അടുത്ത 5 വർഷത്തേക്ക് 10,000 കോടി ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. മിതമായ നിരക്കിൽ തീവ്ര പരിചരണത്തിനുള്ള കസ്റ്റംസ് ഡ്യൂട്ടി നടപടികൾ. രോഗികൾക്ക്, പ്രത്യേകിച്ച് ക്യാൻസർ ബാധിതർക്ക് ആശ്വാസം നൽകുന്നതിനായി 17 മരുന്നുകളുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ ഇളവ് വരുത്തിയിട്ടുണ്ട്. അപൂർവമായ 7 രോഗങ്ങളുടെ കൂടി ചികിത്സയ്ക്കായി വ്യക്തിഗതമായ ഇറക്കുമതി ചെയ്യുന്ന മരുന്നുകൾക്കും പ്രത്യേക മെഡിക്കൽ ആവശ്യങ്ങൾക്കുള്ള ഭക്ഷണത്തിനും FSMP ഇറക്കുമതി തീരുവയിൽ നിന്ന് ഇളവ് നൽകുന്നുമുണ്ട്. കസ്റ്റംസ് പരിഷ്കാരങ്ങൾ, ജീവിത സൗകര്യം, ഈസ് ഓഫ് ലിവിംഗ്. യാത്രക്കാരുടെ യഥാർത്ഥ ആശങ്കകൾ പരിഹരിക്കുന്നതിനായി അന്താരാഷ്ട്ര യാത്രകൾക്കിടയിലുള്ള ബാഗേജ് ക്ലിയറൻസ് നിയമങ്ങളിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. പുതുക്കിയ നിയമങ്ങൾ ഇന്നത്തെ യാത്രാ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി ഡ്യൂട്ടി ഫ്രീ അലവൻസുകൾ വർദ്ധിപ്പിക്കുകയും സാധനങ്ങൾ കൊണ്ടുപോകുന്നതിലും വ്യക്തത നൽകുകയും ചെയ്യും. വ്യക്തിഗത ഉപയോഗത്തിനായി ഇറക്കുമതി ചെയ്യുന്ന ഡ്യൂട്ടി ഈടാക്കാവുന്ന സാധനങ്ങളുടെ ടാരിഫ് നിരക്ക് 20% നിന്ന് 10% കുറച്ചിട്ടുണ്ട്. പ്രത്യേക കെമിക്കൽ പാർക്കുകൾ, ഡെഡിക്കേറ്റഡ് കെമിക്കൽ പാർക്സ്. ആഭ്യന്തര രാസ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഇറക്കുമതി ആശ്രിതത്വം കുറയ്ക്കുന്നതിനും ക്ലസ്റ്റർ അടിസ്ഥാനത്തിലുള്ള പ്ലഗ് ആൻഡ് പ്ലേ മോഡലിൽ 3 പ്രത്യേക കെമിക്കൽ പാർക്കുകൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി സർക്കാർ ഒരു പദ്ധതി ആരംഭിക്കും. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വ്യക്തികൾക്ക് PROI, പേഴ്സൺസ് റെസിഡന്റ് ഔട്ട്സൈഡ് ഇന്ത്യ, ബിസിനസ് ചെയ്യുന്നതിന് എളുപ്പമാക്കുന്ന പദ്ധതികളും ഇതിൽ ആവിഷ്കരിക്കുന്നുണ്ട് ബഡ്ജറ്റ്. കസ്റ്റംസ് പരിഷ്കാരങ്ങൾ ബിസിനസ് ചെയ്യുന്നത് എളുപ്പമാക്കുന്നു. കസ്റ്റംസ് റിഫോംസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്. വിദ്യാഭ്യാസ മേഖലയിൽ പുതിയ ദിശകൾ, ചാർട്ടിംഗ് ന്യൂ ഹൊറൈസൺസ് ഫോർ എഡ്യൂക്കേഷൻ സെക്ടർ. പ്രധാന വ്യാവസായിക ലോജിസ്റ്റിക് ഇടനാഴികൾക്ക് സമീപം 5 യൂണിവേഴ്സിറ്റി ടൗൺഷിപ്പുകൾ സൃഷ്ടിക്കാൻ സംസ്ഥാനങ്ങൾക്ക് പിന്തുണ നൽകും. ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ
വിദ്യാർത്ഥിനികൾക്ക് മെച്ചപ്പെട്ട പ്രവേശനത്തിനായി എല്ലാ ജില്ലകളിലും ഓരോ ഗേൾസ് ഹോസ്റ്റൽ വീതം സ്ഥാപിക്കും. അത് 86 ജില്ലകളിലും സ്ഥാപിക്കുന്നുണ്ട്. 4 ദൂരദർശിനി സൗകര്യങ്ങൾ, ടെലിസ്കോപ്പ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി സ്ഥാപിക്കുന്നതിലൂടെയും നവീകരിക്കുന്നതിലൂടെയും ആസ്ട്രോഫിസിക്സും ആസ്ട്രോണമിയും പ്രോത്സാഹിപ്പിക്കും. നാഷണൽ ലാർജ് സോളാർ ടെലിസ്കോപ്പ്, നാഷണൽ ലാർജ് ഓപ്റ്റിക്കൽ ഇൻഫ്രാറെഡ് ടെലിസ്കോപ്പ്, ഹിമാലയൻ ചന്ദ്ര ടെലിസ്കോപ്പ് ആൻഡ് കോസ്മോസ് 2 പ്ലാനറ്റേറിയം. ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ്സ് മാനുഫാക്ചറിംഗ് സ്കീം 2025 ഏപ്രിലിൽ 22,919 കോടി രൂപ ചെലവിൽ ആരംഭിച്ച ഈ പദ്ധതി ലക്ഷ്യമിട്ടതിന്റെ ഇരട്ടി നിക്ഷേപ വാഗ്ദാനങ്ങൾ ലഭിച്ചു കഴിഞ്ഞു. നിലവിലുള്ള വേഗത നിലനിർത്തുന്നതിനായി പദ്ധതിയുടെ വിഹിതം 40,000 കോടി രൂപയായി വർദ്ധിപ്പിക്കും. മത്സ്യബന്ധന മേഖലയെ ശക്തിപ്പെടുത്തുന്നു. 500 ജലാശയങ്ങളുടെയും അമൃത് സരോവറുകളുടെയും സംയോജിത വികസനം സാധ്യമാക്കും. തീരദേശ മേഖലകളിൽ മത്സ്യബന്ധന മൂല്യ ശൃംഖല ശക്തിപ്പെടുത്തും. സ്റ്റാർട്ടപ്പുകൾ, വനിതാ ഗ്രൂപ്പുകൾ, ഫിഷ് ഫാമേഴ്സ് പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻസ് എന്നിവയെ ഉൾപ്പെടുത്തി വിപണി ബന്ധങ്ങൾ ഉറപ്പാക്കും. ആഗോള ബിസിനസിനെയും നിക്ഷേപത്തെയും ആകർഷിക്കുന്ന ക്ലൗഡ് ആൻഡ് ഡേറ്റാ സെന്റർ സേവനങ്ങൾ. ഇന്ത്യയിൽ നിന്നുള്ള ഡേറ്റാ സെന്റർ സേവനങ്ങൾ ഉപയോഗിച്ച് ആഗോളതലത്തിൽ ഉപഭോക്താക്കൾക്ക് ക്ലൗഡ് സേവനങ്ങൾ നൽകുന്ന ഏതൊരു വിദേശ കമ്പനിക്കും 2047 വരെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ച് നൽകും. ഇന്ത്യയിൽ നിന്ന് ഡേറ്റാ സെന്റർ സേവനങ്ങൾ നൽകുന്ന കമ്പനി ഒരു അനുബന്ധ സ്ഥാപനമാണെങ്കിൽ, റിലേറ്റഡ് എൻറ്റിറ്റി ആണെങ്കിൽ ചിലവിന്റെ 15% സേഫ് ഹാർബർ നൽകുന്നുണ്ട്. ഇത് നമ്മളൊരു പാഠം ഉൾക്കൊള്ളേണ്ടത് കേന്ദ്ര സർക്കാർ പോലും ഇത് ബഡ്ജറ്റിൽ ഈ വർഷം വിഭാവനം ചെയ്തതിന് ഉത്തേജകമായത് ആന്ധ്രയിൽ 1 ഗിഗാവാട്ട് AI ഡേറ്റാ സെന്റർ വിശാഖപട്ടണത്ത് ആന്ധ്ര ഗവൺമെന്റ് പോയി ചെന്ന് കണ്ട് ഗൂഗിളിനെ കൊണ്ടുവന്നത് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇത് നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിലും സാധ്യമാകും. അതിനുവേണ്ടിയുള്ള പിന്തുണയാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് പദ്ധതി, ഖാദി, കൈത്തറി, കരകൗശല വസ്തുക്കൾ എന്നിവ ശക്തിപ്പെടുത്തുന്നതിനായി മഹാത്മാഗാന്ധി ഗ്രാമസ്വരാജ് പദ്ധതിയുടെ തുടക്കം. ഇത് ആഗോള വിപണി ബന്ധത്തിനും ബ്രാൻഡിങ്ങിനും സഹായിക്കും. ഇത് പരിശീലനം, നൈപുണ്യ വികസനം, പ്രക്രിയയുടെയും ഉൽപാദനത്തിന്റെയും ഗുണനിലവാരം എന്നിവ കാര്യക്ഷമമാക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യും. ഇത് നമ്മുടെ നെയ്ത്തുകാർക്കും ഗ്രാമീണ വ്യവസായങ്ങൾക്കും ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിക്കും ഗ്രാമീണ യുവാക്കൾക്കും പ്രയോജനം ചെയ്യും. വികസിത ഭാരതത്തിനായി ആരോഗ്യ വിദഗ്ധർ, അലൈഡ് ഹെൽത്ത് പ്രൊഫഷണലുകൾക്കായുള്ള നിലവിലുള്ള സ്ഥാപനങ്ങൾ നവീകരിക്കും. കൂടാതെ അടുത്ത 5 വർഷത്തിനുള്ളിൽ 1,00,000 പുതിയ AHP സ്ഥാപനങ്ങൾ സ്ഥാപിക്കും. ഒപ്റ്റോമെട്രി, റേഡിയോളജി, അനസ്തീഷ്യ, OT ടെക്നോളജി, അപ്ലൈഡ് സൈക്കോളജി, ബിഹേവിയറൽ ഹെൽത്ത് എന്നിവ ഇതിൽ ഉൾപ്പെടുന്ന വിഭാഗങ്ങളാണ്. ഉന്നത മൂല്യമുള്ള കൃഷിയിലൂടെ ഫാം ഉൽപ്പന്നങ്ങളുടെ വൈവിധ്യവൽക്കരണം, ഉന്നത മൂല്യമുള്ള കാർഷിക വിളകളെ
സർക്കാർ പിന്തുണയ്ക്കും. തീരദേശങ്ങളിൽ തേങ്ങ, ചന്ദനം, കൊക്കോ, കശുവണ്ടി എന്നിവ പ്രോത്സാഹിപ്പിക്കും. വടക്ക് കിഴക്കൻ മേഖലകളിൽ അഗർമരങ്ങൾ, മലയോര മേഖലകളിൽ ബദാം, വാൾനട്ട്, പൈൻ നട്ട്സ് തുടങ്ങിയ പരിപ്പുകൾ. വാൾനട്ട്, ബദാം, പൈൻ നട്ട്സ് എന്നിവയുടെ കൃഷിയിൽ യുവാക്കളെ ഉൾപ്പെടുത്തി കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും മൂല്യവർദ്ധനവ് കൊണ്ടുവരുന്നതിനുമുള്ള ഒരു പ്രത്യേക പദ്ധതിയെ സർക്കാർ പിന്തുണയ്ക്കും. പഴയതും കുറഞ്ഞ വിളവ് നൽകുന്നതുമായ തോട്ടങ്ങൾ പുനരുജ്ജീവിപ്പിക്കാനും ഹൈ ഡെൻസിറ്റി കൃഷി വ്യാപിപ്പിക്കാനും ലക്ഷ്യമിടുന്നതാണ് ബഡ്ജറ്റിലെ ഈ നിർദ്ദേശം. ഇന്ത്യൻ അക്കൗണ്ടിംഗ് മാനദണ്ഡങ്ങളുടെ പരിഷ്കരണം. ഉപകരണങ്ങളും സാമഗ്രികളും നിർമ്മിക്കുന്നതിനും പൂർണ്ണമായി ഇന്ത്യൻ IP ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി രൂപകൽപ്പന ചെയ്യുന്നതിനും വിതരണ ശൃംഖലകൾ ശക്തിപ്പെടുത്തുന്നതിനുമായി ISM 2.0 ആരംഭിക്കും. സാങ്കേതിക വിദ്യയും നൈപുണ്യമുള്ള തൊഴിൽ സേനയും വികസിപ്പിക്കുന്നതിനായി വ്യവസായ നയിക്കുന്ന ഗവേഷണ പരിശീലന കേന്ദ്രങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കും. ഇന്ത്യയുടെ IT മേഖലയെ പിന്തുണയ്ക്കുന്ന എല്ലാ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് സേവനങ്ങളും IT അധിഷ്ഠിത സേവനങ്ങളും നോളജ് പ്രോസസ് ഔട്ട്സോഴ്സിംഗ് സേവനങ്ങളും കരാർ R&D സേവനങ്ങളും ഒരുമിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി സർവീസസ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി എല്ലാവർക്കും 15.5% എന്ന പൊതുവായ സേഫ് ഹാർബർ മാർജിൻ ബാധകമാണ്. IT സേവനങ്ങൾക്കുള്ള സേഫ് ഹാർബർ പരിധി 300 കോടി രൂപയിൽ നിന്ന് 2000 കോടിയായി ഉയർത്തിയിട്ടുണ്ട്. ടാക്സ് ഓഫീസറുടെ ഇടപെടലില്ലാതെ സേഫ് ഹാർബർ അംഗീകരിക്കുന്നതിനുള്ള സ്വയമേവയുള്ള ഓട്ടോമേറ്റഡ് നിയമാധിഷ്ഠിത പ്രക്രിയയാണ്. IT സേവനങ്ങൾക്കായുള്ള യൂണിലാറ്ററൽ അഡ്വാൻസ് പ്രൈസിംഗ് എഗ്രിമെന്റ് APA നടപടിക്രമങ്ങൾ വേഗത്തിലാക്കി 2 വർഷത്തിനുള്ളിൽ അപേക്ഷിച്ചാൽ 6 മാസം കൂടി നീട്ടാൻ പൂർത്തിയാക്കാൻ ലക്ഷ്യമിടുന്നു. APAയിൽ ഏർപ്പെടുന്ന സ്ഥാപനങ്ങളുടെ അനുബന്ധ സ്ഥാപനങ്ങൾക്കും മോഡിഫൈഡ് റിട്ടേൺസ് സൗകര്യം വ്യാപിപ്പിക്കും. ഇന്ത്യയെ മെഡിക്കൽ ടൂറിസം ഹബ്ബായി വികസിപ്പിക്കുന്നു. സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് 5 പ്രാദേശിക മെഡിക്കൽ ഹബ്ബുകൾ സ്ഥാപിക്കുന്നതിന് സംസ്ഥാനങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി ഒരു പദ്ധതി ആരംഭിക്കും. ഈ ഹബ്ബുകളിൽ ആയുഷ് കേന്ദ്രങ്ങൾ, മെഡിക്കൽ വാല്യൂ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്ററുകൾ, രോഗനിർണയം, അനന്ത പരിചരണം, പുനരധിവാസം എന്നിവയ്ക്കുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിരിക്കും. മാനസികാരോഗ്യത്തിനും ട്രോമ കെയറിനുമുള്ള പ്രതിബദ്ധത ആവർത്തിക്കുന്നു. ഉത്തരേന്ത്യയിൽ നിംഹാൻസ് 2 സ്ഥാപിക്കും. ഇപ്പോൾ അതുള്ളത് ബംഗളൂരുവിലാണ്, കർണാടകയിൽ. റാഞ്ചിയിലെയും തേസ്പൂരിലെയും ദേശീയ മാനസികാരോഗ്യ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പ്രാദേശിക എപെക്സ് സ്ഥാപനങ്ങളായി സർക്കാർ ഉയർത്തും. എമർജൻസി ട്രോമ കെയർ സെന്ററുകൾ സ്ഥാപിച്ച് ജില്ലാ ആശുപത്രികളിലെ ട്രോമ കെയർ ശേഷി 50% വർദ്ധിപ്പിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും. ചാമ്പ്യൻ SMIകളെ സൃഷ്ടിക്കുകയും ചെറുകിട സംരംഭങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. ഭാവിയിലെ ചാമ്പ്യന്മാരെ സൃഷ്ടിക്കുന്നതിനും നിശ്ചിത മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 10,000 കോടിയുടെ SME ഗ്രോത്ത് ഫണ്ട് അവതരിപ്പിക്കുകയാണ് ഈ ബഡ്ജറ്റ്. മൈക്രോ എന്റർപ്രൈസുകൾക്കുള്ള ചെറുകിട സംരംഭങ്ങൾ പിന്തുണ തുടരുന്നതിനും അവർക്ക് റിസ്ക് ക്യാപിറ്റലിലേക്കുള്ള പ്രവേശനം നിലനിർത്തുന്നതിനും വേണ്ടി
സെൽഫ് റിലയൻറ്റ് ഇന്ത്യ ഫണ്ടിലേക്ക് 2000 കോടി രൂപ കൂടി നൽകുന്നു. പ്രത്യേകിച്ച് Tier 2, Tier 3 നഗരങ്ങളിൽ കോർപ്പറേറ്റ് മിത്രാസ് എന്ന വിഭാഗത്തെ വികസിപ്പിക്കുന്നതിന് ഹ്രസ്വകാല കോഴ്സുകളും പ്രായോഗിക ടൂളുകളും രൂപകൽപ്പന ചെയ്യാൻ ICAI, ICSI, ICMAI പോലുള്ള പ്രൊഫഷണൽ സ്ഥാപനങ്ങളെ സർക്കാർ സഹായിക്കും. ധാതു സമ്പന്നമായ സംസ്ഥാനങ്ങൾക്കുള്ള പിന്തുണ. ഖനനം, സംസ്കരണം, ഗവേഷണം, നിർമ്മാണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രത്യേക റെയർ എർത്ത് കോറിഡോറുകൾ സ്ഥാപിക്കാൻ ഒഡീഷ, കേരളം, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് എന്നീ ധാതു സമ്പന്നമായ സംസ്ഥാനങ്ങളെ സർക്കാർ പിന്തുണയ്ക്കും. റെയർ എർത്ത് പെർമനന്റ് മാഗ്നറ്റുകൾക്കായുള്ള ഒരു പദ്ധതി 2025 നവംബറിൽ ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. MSMEകളുടെ പാലന കാര്യങ്ങളിൽ സഹായിക്കാൻ കോർപ്പറേറ്റ് മിത്ര മുനിസിപ്പൽ ബോണ്ടുകൾ പുറത്തിറക്കുന്നത് പ്രോത്സാഹിപ്പിക്കും. വടക്ക് കിഴക്കൻ മേഖലയിൽ ബുദ്ധ സർക്യൂട്ടുകളുടെ വികസനം. അരുണാചൽ പ്രദേശ്, സിക്കിം, അസം, മണിപ്പൂർ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിൽ ബുദ്ധ സർക്യൂട്ടുകൾ വികസിപ്പിക്കുന്നതിനുള്ള പദ്ധതി സർക്കാർ ആരംഭിക്കും. ഇത് ക്ഷേത്രങ്ങളുടെയും ആശ്രമങ്ങളുടെയും സംരക്ഷണം, തീർത്ഥാടന വ്യാഖ്യാന കേന്ദ്രങ്ങൾ, കണക്ടിവിറ്റി, തീർത്ഥാടകർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾക്കൊള്ളും. തേരാവാദ, മഹായാന, വജ്രയാന, ബുദ്ധ പാരമ്പര്യങ്ങളുടെ നാഗരിക സംഗമമായ വടക്ക് കിഴക്കൻ മേഖലയിലെ ടൂറിസത്തിന് ഇത് സഹായിക്കും. നോർത്ത് ഈസ്റ്റ് റീജിയൻ ഭാവിയിലേക്കുള്ള ഓറഞ്ച് ഇക്കോണമി കെട്ടിപ്പടുക്കുന്നു. ഇന്ത്യയിലെ ആനിമേഷൻ, വിഷ്വൽ ഇഫക്ട്സ്, ഗെയിമിംഗ്, കോമിക്സ് AVGC മേഖലയ്ക്ക് 2030ഓടെ 20 ലക്ഷം വിദഗ്ധരെ ആവശ്യമായി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. മുംബൈയിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്രിയേറ്റീവ് ടെക്നോളജീസിന്റെ സഹകരണത്തോടെ 15,000 സെക്കൻഡറി സ്കൂളുകളിലും 15,000 സെക്കൻഡറി സ്കൂൾസ്, 500 കോളേജുകളിലും AVGC കണ്ടന്റ് ക്രിയേറ്റർ ലാബുകൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ പിന്തുണ നൽകും. വ്യവസായങ്ങളെ സഹായിക്കാൻ കാർബൺ ക്യാപ്ചർ, യൂട്ടിലൈസേഷൻ ആൻഡ് സ്റ്റോറേജ് സാങ്കേതിക വിദ്യകൾ, ഊർജം, ഉരുക്ക്, സിമന്റ്, റിഫൈനറികൾ, കെമിക്കൽസ് ഉൾപ്പെടെ 5 വ്യാവസായിക മേഖലകൾക്ക് ഇത്തരം കളക്ഷൻ ക്യാപ്ചറിംഗ് സെന്റേഴ്സ് സാങ്കേതിക വിദ്യകൾ കരുത്തു പകരും. അടുത്ത 5 വർഷത്തേക്ക് ഇതിനായി 20,000 കോടി രൂപയാണ് അനുവദിക്കുക. സിറ്റി ഇക്കണോമിക് റീജനുകൾ CER വഴി Tier 2, Tier 3 നഗരങ്ങളുടെ സാമ്പത്തിക സാധ്യതകളുടെ ഉപയോഗം. നഗരങ്ങളുടെ പൂർണ്ണമായ സാമ്പത്തിക സാധ്യതകൾ കൈവരിക്കുന്നതിനായി അവയുടെ പ്രത്യേക വളർച്ചാ ചാലകങ്ങളെ, ഗ്രോത്ത് ഡ്രൈവേഴ്സിനെ അടിസ്ഥാനമാക്കി ഭൂപടം തയ്യാറാക്കും. പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി അടുത്ത 5 വർഷത്തേക്ക് ഓരോ CERനും 5,000 കോടി രൂപ അനുവദിക്കും. പ്രത്യേക സാമ്പത്തിക മേഖലകൾക്കായുള്ള SEZ നടപടികൾ. SEZലെ അർഹരായ നിർമ്മാണ യൂണിറ്റുകൾക്ക് ഡൊമസ്റ്റിക് ടാരിഫ് ഏരിയയിലേക്ക് ഇളവുകളോടെയുള്ള ഡ്യൂട്ടി നിരക്കിൽ വിൽപ്പന സുഗമമാക്കുന്നതിനുള്ള ഒരു പ്രത്യേക ഒറ്റത്തവണ നടപടിയാണ്. ഇത്തരത്തിലുള്ള വിൽപ്പനകൾ അവരുടെ കയറ്റുമതിയുടെ നിശ്ചിത അനുപാതത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തും. DTAയിലെ യൂണിറ്റുകൾക്ക് തുല്യമായ അവസരങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട്
ഈ നടപടികൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായ നിയന്ത്രണ മാറ്റങ്ങൾ വരുത്തും. SEZകളിലെ നിർമ്മാണ യൂണിറ്റുകളുടെ ശേഷി വിനിയോഗത്തെക്കുറിച്ചുള്ള ആശങ്കകൾ പരിഹരിക്കാൻ ഇത് വലിയ തോതിൽ സഹായിക്കും. കായിക മേഖലയ്ക്കുള്ള പരിവർത്തന നടപടികൾ അടുത്ത ദശകത്തിൽ ഈ മേഖലയെ മാറ്റുന്നതിനായി ഖേലോ ഇന്ത്യ മിഷൻ ആരംഭിക്കും. എല്ലാ തലത്തിലുമുള്ള ഉദ്യോഗസ്ഥരെയും കായിക താരങ്ങൾ, പരിശീലകർ, സപ്പോർട്ട് സ്റ്റാഫ്, സാങ്കേതിക വിദ്യയുടെയും അടിസ്ഥാന സൗകര്യ വികസനത്തെയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ ദൗത്യത്തിന്റെ ലക്ഷ്യം. കായിക ഉപകരണങ്ങളുടെ നിർമ്മാണവും നൂതനമായ ഡിസൈനുകളും മെറ്റീരിയൽ സയൻസിലെ ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക പദ്ധതി ആരംഭിക്കുന്നുമുണ്ട്. പൈതൃക, സാംസ്കാരിക, വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ മാറ്റുന്നു. സാരനാഥ്, ഹസ്തിനാപുരം, ലേ പാലസ്, ധോളാവീര, രാഖിഗഡി, ആദിച്ചനെല്ലൂർ, ലോഥൽ ഉൾപ്പെടെയുള്ള 15 പുരാവസ്തു കേന്ദ്രങ്ങൾ സജീവവും അനുഭവവേദ്യവുമായ സാംസ്കാരിക കേന്ദ്രങ്ങളായി വികസിപ്പിക്കും. സംരക്ഷണ ലാബുകൾ, വ്യാഖ്യാന കേന്ദ്രങ്ങൾ, ഇന്റർപ്രിട്ടേഷൻ സെന്റേഴ്സ്, ഗൈഡുകൾ എന്നിവരെ സഹായിക്കുന്നതിനായി ഇമ്മേഴ്സീവ് സ്റ്റോറി ടെല്ലിംഗ് നൈപുണ്യങ്ങളും സാങ്കേതിക വിദ്യകളും അവതരിപ്പിക്കും. ടൂറിസം മേഖലയെ ഉത്തേജിപ്പിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോസ്പിറ്റാലിറ്റി സ്ഥാപിക്കും. ഇത് അക്കാദമിക് മേഖല, വ്യവസായം, ഗവൺമെന്റ് എന്നിവയ്ക്കിടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കും. 20 ഐക്കോണിക് ടൂറിസ്റ്റ് സൈറ്റുകളിലെ 10,000 ഗൈഡുകളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റുമായി സഹകരിച്ച് 12 ആഴ്ചത്തെ പരിശീലന കോഴ്സിലൂടെ നൈപുണ്യം വർദ്ധിപ്പിക്കുന്നതിനായി പൈലറ്റ് സ്കീം കൊണ്ടുവരും. പ്രാധാന്യമുള്ള എല്ലാ സ്ഥലങ്ങളും, സാംസ്കാരികവും ആത്മീയവും പൈതൃകവുമായ സ്ഥലങ്ങളും ഡിജിറ്റലായി രേഖപ്പെടുത്തുന്നതിന് നാഷണൽ ഡെസ്റ്റിനേഷൻ ഡിജിറ്റൽ നോളജ് ഗ്രിഡ് സ്ഥാപിക്കും. പരിസ്ഥിതി സൗഹൃദമായ വികസനം ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ജമ്മു കാശ്മീർ എന്നിവിടങ്ങളിലെ മൗണ്ടൻ ട്രെയിലുകൾ, കിഴക്കൻ ഘട്ടത്തിലെ അരക്കു വാലി, പശ്ചിമഘട്ടത്തിലെ പോതിഗൈ മല, ഒഡീഷ, കർണാടക, കേരളം എന്നിവിടങ്ങളിലെ തീരപ്രദേശങ്ങളിലുള്ള പ്രധാന കൂടുകൂട്ടൽ കേന്ദ്രങ്ങളിലൂടെയുള്ള കടലാമ പാതകൾ, ടേർട്ടിൽ ട്രെയിൽ, ആന്ധ്രാപ്രദേശ് ആൻഡ് തമിഴ്നാട് എന്നിവിടങ്ങളിലെ പുലിക്കാട്ട് തടാകത്തിന് ചുറ്റുമുള്ള പക്ഷി നിരീക്ഷണ പാതകൾ, കസ്റ്റംസ് പരിഷ്കാരങ്ങൾ, വിശ്വാസാധിഷ്ഠിത സംവിധാനങ്ങൾ നിർമ്മിക്കും. വികസിത് ഭാരതത്തിന്റെ പ്രധാന ചാലശക്തിയായി സേവന മേഖല നടപടികൾ ശുപാർശ ചെയ്യുന്നതിനായി ഉന്നതാധികാര വിദ്യാഭ്യാസത്തിൽ നിന്നും തൊഴിലിലേക്കും സംരംഭത്തിലേക്കും എഡ്യൂക്കേഷൻ ടു എംപ്ലോയ്മെന്റ് ആൻഡ് എന്റർപ്രൈസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി രൂപീകരിക്കും. 2047ഓടെ 10,000 ആഗോള വിഹിതവുമായി 10% ആഗോള വിഹിതവുമായി സേവന മേഖലയിൽ ആഗോള നേതാവാകാൻ ലക്ഷ്യം നിശ്ചയിച്ചു. AI ഉൾപ്പെടെയുള്ള വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ തൊഴിലുകളിലും നൈപുണ്യ ആവശ്യകതകളിലും ചെലുത്തുന്ന സ്വാധീനം കമ്മിറ്റി വിലയിരുത്തും. നാളികേര പ്രോത്സാഹന പദ്ധതി, കോക്കനട്ട് പ്രൊമോഷൻ സ്കീം, വിവിധ ഇടപെടലുകളിലൂടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനുമായി സർക്കാർ നാളികേര പ്രോത്സാഹന പദ്ധതി അവതരിപ്പിക്കും. പ്രധാന നാളികേര ഉൽപാദന സംസ്ഥാനങ്ങളിൽ
പഴയതും ഉൽപാദനക്ഷമതയില്ലാത്തതുമായ മരങ്ങൾക്ക് പകരം പുതിയ തൈകൾ, ചെടികൾ, ഇനങ്ങൾ വെച്ചുപിടിപ്പിക്കും. ജീവനത്തിനായി നാളികേരത്തെ ആശ്രയിക്കുന്ന ഏകദേശം 1 കോടി കർഷകർ ഉൾപ്പെടെ 3 കോടി ആളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കും. സഹകരണ സംഘങ്ങൾക്കുള്ള നികുതി ഇളവുകൾ. കശുവണ്ടി കൊക്കോ ഉൽപാദനത്തിൽ ഇന്ത്യയെ സ്വയം പര്യാപ്തമാക്കുന്നു. ഇന്ത്യയെ അസംസ്കൃത കശുവണ്ടി കൊക്കോ ഉൽപാദനത്തിലും സംസ്കരണത്തിലും സ്വയം പര്യാപ്തമാക്കുന്നതിന് ഒരു പ്രത്യേക പദ്ധതി, ഡെഡിക്കേറ്റഡ് പ്രോഗ്രാം അവതരിപ്പിക്കും. കയറ്റുമതി മത്സരക്ഷമത വർദ്ധിപ്പിക്കുകയും 2030 ഇന്ത്യൻ കശുവണ്ടിയെയും ഇന്ത്യൻ കൊക്കോയെയും പ്രീമിയം ആഗോള ബ്രാൻഡുകളായി മാറ്റുകയും ചെയ്യും. ദിവ്യാംഗ ജനങ്ങളെ ശാക്തീകരിക്കുന്ന പദ്ധതിക്കും ഈ ബഡ്ജറ്റിൽ സ്ഥാനം നൽകിയിട്ടുണ്ട്. ദിവ്യാംഗ് ജൻ കൗശൽ യോജന വഴി ഓരോ ദിവ്യാംഗ വിഭാഗത്തിനും പ്രത്യേകമായ പരിശീലനത്തിലൂടെ മാന്യമായ ഉപജീവന അവസരങ്ങൾ ഉറപ്പാക്കും. IT, AVGC, ഹോസ്പിറ്റാലിറ്റി, ഫുഡ് ആൻഡ് ബെവറേജസ് മേഖലകളിൽ ദിവ്യാംഗർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കും. ദിവ്യാംഗ സഹായ യോജനയിലൂടെ അസിസ്റ്റീവ് ഉപകരണങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും R&D, AI സംയോജനം എന്നിവയ്ക്കുമായി അലിംകോയെ പിന്തുണയ്ക്കും. PM ദിവ്യാശ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുകയും ആധുനിക റീറ്റെയിൽ ശൈലിയിലുള്ള അസിസ്റ്റീവ് ടെക്നോളജി മാർട്ടുകൾ സ്ഥാപിക്കുകയും ചെയ്യും. ഇത് എല്ലാ ദിവ്യാംഗർക്കും ഉയർന്ന ഗുണമേന്മയുള്ള സഹായ ഉപകരണങ്ങൾ കൃത്യസമയത്ത് ലഭിക്കുന്നുവെന്നും ഉറപ്പാക്കും. ഇന്ത്യൻ ചന്ദന ഇക്കോസിസ്റ്റത്തിന്റെ പ്രതാപം വീണ്ടെടുക്കുന്നു. ഇന്ത്യൻ ചന്ദന ഇക്കോസിസ്റ്റത്തിന്റെ പ്രതാപം വീണ്ടെടുക്കുന്നതിനായി ലക്ഷ്യബോധമുള്ള കൃഷിയും വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നതിന് കേന്ദ്ര സർക്കാർ സംസ്ഥാന സർക്കാരുകളുമായി പങ്കുചേരും. പൂർവോദയ സംസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദുർഗാപൂരിൽ ഒരു പ്രധാന നോഡുള്ള സംയോജിത ഈസ്റ്റ് കോസ്റ്റ് ഇൻഡസ്ട്രിയൽ കോറിഡോർ വികസിപ്പിക്കും. 5 വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ സൃഷ്ടിക്കും. പൂർവോദയ സംസ്ഥാനങ്ങളിൽ 4000 ബസ്സുകൾ അനുവദിക്കും. ഗ്രാമീണ വനിതാ സംരംഭങ്ങൾക്കായി ഷീമാർട്ടുകൾ. നൂതനമായ സാമ്പത്തിക സഹായങ്ങളിലൂടെ കമ്മ്യൂണിറ്റി ഉടമസ്ഥതയിലുള്ള റീറ്റെയിൽ ഔട്ട്ലെറ്റുകളായി സെൽഫ് ഹെൽപ്പ് ഓൺട്രപ്രണർ മാർട്ടുകൾ സ്ഥാപിക്കും. ഇത് ലഖ്പതി ദീദി പ്രോഗ്രാമിന്റെ വിജയത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. കൂടാതെ സ്ത്രീകൾക്ക് സംരംഭങ്ങളുടെ ഉടമകളായി മാറാനും സഹായിക്കും.